പശ്ചിമേഷ്യൻ ഭൂപടത്തിൽ വീണ്ടും അനിശ്ചിതത്വത്തിന്റെയും നയതന്ത്ര പ്രതിസന്ധിയുടെയും കറുത്ത നിഴലുകൾ പടരുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ പ്രഖ്യാപിച്ച അഭൂതപൂർവമായ പുതിയ സാമ്പത്തിക ഉപരോധ പ്രഖ്യാപനം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി തർക്കത്തിനപ്പുറം ആഗോള സാമ്പത്തിക സ്ഥിരതയെ തന്നെ ഗുരുതരമായി ബാധിക്കുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുന്നു. ഇറാനുമായുള്ള പണമിടപാടുകളും സാമ്പത്തിക വാണിജ്യ ബന്ധങ്ങളും പൂർണ്ണമായി വിച്ഛേദിക്കാൻ ലക്ഷ്യമിടുന്ന ഈ നീക്കത്തെ സാമ്പത്തിക ചരിത്രത്തിലെ ഡി ഡേ, അതായത് ഇക്കണോമിക് ഡി ഡേ എന്നാണ് അമേരിക്കൻ ഭരണകൂടം വിശേഷിപ്പിക്കുന്നത്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട് നടത്തിയ താൽക്കാലിക മധ്യസ്ഥ ശ്രമങ്ങളും ഇടക്കാല കരാറുകളും കാലാവധി പൂർത്തിയാക്കി പരാജയപ്പെട്ട പശ്ചാത്തലത്തിലാണ് അമേരിക്ക ഈ കടുത്ത നിലപാടിലേക്ക് കടന്നത്. മുൻകാലങ്ങളിൽ സൈനിക നടപടികൾ പൂർണ്ണമായി ലക്ഷ്യം കാണാത്ത സാഹചര്യത്തിൽ നാവിക ഉപരോധവും സാമ്പത്തിക ഒറ്റപ്പെടുത്തലും വഴി ഇറാനെ കീഴ്പ്പെടുത്താമെന്നാണ് വാഷിംഗ്ടൺ കണക്കുകൂട്ടുന്നത്. ഉപരോധ തന്ത്രങ്ങളിലൂടെ രാജ്യങ്ങളെ പൂർണ്ണമായി ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് നയതന്ത്രപരമായ വാതിലുകൾ അടയ്ക്കുമെന്നും ഇത്തരം നീക്കങ്ങൾ അത്യന്തം അപകടകരമായ സൈനിക ഏറ്റുമുട്ടലുകളിലേക്ക് വഴിമാറാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നും അന്താരാഷ്ട്ര പഠന സ്ഥാപനമായ ചത്തം ഹൗസ് അനാലിസിസ് വ്യക്തമാക്കുന്നുണ്ട്. നയതന്ത്രപരമായ പിന്മാറ്റത്തിനുള്ള വഴികൾ അടച്ച് ഉപരോധങ്ങൾ കടുപ്പിക്കുന്നത് പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് ആഗോള വിദേശകാര്യ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇറാന്റെ സാമ്പത്തിക ധമനികൾ പൂർണ്ണമായി ശ്വാസം മുട്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രഖ്യാപിച്ച ഈ പുതിയ ഉപരോധം ഇറാനെ മാത്രമല്ല ലക്ഷ്യമിടുന്നത്. ഇറാനുമായി ഏതെങ്കിലും തരത്തിലുള്ള വാണിജ്യ ബന്ധങ്ങൾ തുടരുകയോ സാമ്പത്തിക സഹായങ്ങൾ നൽകുകയോ ചെയ്യുന്ന ഏതൊരു മൂന്നാം ലോക രാജ്യവും സഖ്യകക്ഷികളും അമേരിക്കയുടെ കടുത്ത സാമ്പത്തിക തിരിച്ചടിയും ഉപരോധങ്ങളും നേരിടേണ്ടി വരുമെന്ന് ട്രംപ് പരസ്യമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, വിമാനത്താവളങ്ങൾ, സർക്കാർ വകുപ്പുകൾ എന്നിവയ്ക്ക് പിന്തുണ നൽകുന്ന വിദേശ സ്ഥാപനങ്ങൾ അമേരിക്ക സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്ന് പൂർണ്ണമായി പുറത്താക്കപ്പെടും. എണ്ണക്കടത്ത്, കറൻസി സ്വാപ്പ് ലൈനുകൾ, വ്യാജ ഫ്രണ്ട് കമ്പനികൾ, അന്താരാഷ്ട്ര ഷിപ്പിംഗ് രജിസ്ട്രേഷൻ, വിദേശ കറൻസി എക്സ്ചേഞ്ച് ഹൗസുകൾ എന്നിവ വഴി അമേരിക്കൻ ഉപരോധങ്ങൾ മറികടക്കാൻ ഇറാൻ നടത്തുന്ന മുഴുവൻ ശ്രമങ്ങളും ഉടൻ തന്നെ നിർത്തലാക്കുമെന്ന് അമേരിക്കൻ ട്രഷറി വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അമേരിക്ക നടപ്പിലാക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങളുടെ ചരിത്രത്തെക്കുറിച്ചും അതിന്റെ നിയമവശങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്ന രേഖകൾ സൂചിപ്പിക്കുന്നത് പോലെ ഇത്തരം സെക്കൻഡറി സാങ്ഷൻസ് വൻകിട രാജ്യങ്ങളിലെ ബാങ്കിംഗ്, ഊർജ്ജ വിപണികളെ നേരിട്ട് ബാധിക്കാറുണ്ട്. ഇറാന്റെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താക്കളായ ചൈന, റഷ്യ തുടങ്ങിയ വൻ ശക്തികൾക്കും മേഖലയിലെ മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്കും ഈ നീക്കം വലിയ സാമ്പത്തിക നയതന്ത്ര വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അമേരിക്കയുടെ ഈ പുതിയ സാമ്പത്തിക ഉപരോധ പ്രഖ്യാപനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നയതന്ത്ര സാമ്പത്തിക പരീക്ഷണം കൂടിയാണ്. ഇറാന്റെ തെക്കുകിഴക്കൻ തീരത്ത് ഒമാൻ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖത്തിന്റെ വികസനവും പ്രവർത്തനവും ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ത്യയാണ്. പാകിസ്ഥാനെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും ഇന്ത്യക്ക് നേരിട്ടുള്ള വ്യാപാര പാതയൊരുക്കുന്നതിൽ ചബഹാർ തുറമുഖം നിർണായക പങ്കാണ് വഹിക്കുന്നത്. ഇന്ത്യൻ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് വഴിയുള്ള ശതകോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപങ്ങളും ഭാവി വികസന പദ്ധതികളും പുതിയ അമേരിക്കൻ ഉപരോധ ഭീഷണിയുടെ നിഴലിലായിരിക്കുകയാണ്. ചബഹാർ തുറമുഖ ഉപരോധത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന ദൃഷ്ടി IAS അനാലിസിസ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഉപരോധ ഇളവുകൾ റദ്ദാക്കപ്പെടുന്നത് ഇന്ത്യയുടെ പ്രാദേശിക കണക്ടിവിറ്റി സ്വപ്നങ്ങൾക്കും അന്താരാഷ്ട്ര വടക്ക് തെക്ക് ഗതാഗത പാതയ്ക്കും കനത്ത തിരിച്ചടിയാകും. ചൈന പാകിസ്ഥാനിൽ വികസിപ്പിക്കുന്ന ഗ്വാദർ തുറമുഖത്തിന് പ്രതിരോധമായി ഇന്ത്യ വളർത്തിയെടുത്ത ഈ തന്ത്രപ്രധാന പദ്ധതിയെ അമേരിക്കൻ ഉപരോധങ്ങളിൽ നിന്ന് എങ്ങനെ സംരക്ഷിക്കുമെന്നതിൽ ന്യൂഡൽഹിക്ക് കടുത്ത നയതന്ത്ര പരീക്ഷണം നേരിടേണ്ടി വരുന്നുണ്ട്. കൂടാതെ ഇറാനിലേക്കുള്ള ഇന്ത്യൻ കാർഷിക ഔഷധ കയറ്റുമതികളെയും ഈ പ്രതിസന്ധി ദോഷകരമായി ബാധിച്ചേക്കാം. അമേരിക്കയുടെ ഉപരോധ പ്രഖ്യാപനങ്ങൾക്കും നാവിക ഉപരോധങ്ങൾക്കും പിന്നാലെ പശ്ചിമേഷ്യൻ കടൽപാതകളിൽ വൻ സംഘർഷ സാധ്യതയാണ് ഉടലെടുത്തിരിക്കുന്നത്. അമേരിക്കയുടെ നാവിക ഉപരോധത്തോടും സാമ്പത്തിക സമ്മർദ്ദത്തോടും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെ തങ്ങളുടെ സുരക്ഷാ നിർദ്ദേശങ്ങൾ ലംഘിച്ച് കടന്നുപോകുന്ന കപ്പലുകൾക്കെതിരെ കടുത്ത ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആഗോളതലത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെയും അതുപോലെ ദ്രവീകൃത പ്രകൃതി വാതകത്തിന്റെയും വലിയൊരു ശതമാനം കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗത അനിശ്ചിതത്വം ആഗോള ഇന്ധന വിപണിയിൽ പെട്ടെന്നുള്ള വിലവർദ്ധനവിന് കാരണമായിട്ടുണ്ട്. ബ്രെന്റ് ക്രൂഡ് ബാരലിന് $91 US വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് ബാരലിന് $85 നിലവിൽ വ്യാപാരം നടക്കുന്നത്. ഹോർമൂസ് പ്രതിസന്ധി ആഗോള ഷിപ്പിംഗ് മേഖലയെയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഊർജ്ജ ഇറക്കുമതിയിലും ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ചേംബേഴ്സ് ലീഗൽ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. ചരക്ക് നീക്കത്തിലുണ്ടാകുന്ന കാലതാമസവും ഇൻഷുറൻസ് പ്രീമിയങ്ങളിലെ വലിയ വർധനവും ആഗോള വിതരണ ശൃംഖലയെ കടുത്ത പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഈ ഉപരോധ പ്രഖ്യാപനങ്ങളെ വെറുമൊരു മാനസിക യുദ്ധം മാത്രമായാണ് ടെഹ്റാൻ വിശേഷിപ്പിക്കുന്നത്. അമേരിക്ക തങ്ങളുമായി മുൻപ് ഒപ്പുവെച്ച ധാരണാപത്രങ്ങളിലെ വ്യവസ്ഥകൾ പൂർണ്ണമായി പാലിക്കാതെ ഇനി യാതൊരുവിധ നയതന്ത്ര ചർച്ചകൾക്കും തയ്യാറല്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ കടുത്ത നിലപാടുകൾ കാരണം ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ നടത്തിവന്ന സമാധാന മധ്യസ്ഥ ശ്രമങ്ങളും പൂർണ്ണമായി വഴിയാധാരമായിരിക്കുകയാണ്. തന്ത്രപ്രധാനമായ പാകിസ്ഥാൻ സൈനിക നേതൃത്വവുമായും മറ്റ് അയൽ രാജ്യങ്ങളുമായും നയതന്ത്ര ബന്ധം ശക്തമാക്കി ഉപരോധങ്ങളെ പ്രതിരോധിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ഇറാനെ പൂർണ്ണമായി കീഴ്പ്പെടുത്താമെന്ന അമേരിക്കൻ ഭരണകൂടത്തിന്റെ വാശി പശ്ചിമേഷ്യയെ വീണ്ടും ഒരു വലിയ യുദ്ധമുനമ്പിലേക്കാണ് തള്ളിവിടുന്നത്. ഏത് നിമിഷവും
പൊട്ടിത്തെറിക്കാവുന്ന ഘട്ടത്തിലേക്ക് സംഘർഷം വളരുമ്പോൾ ഇത് കേവലം പ്രാദേശികമായ ഒരു പ്രശ്നമായി അവശേഷിക്കുന്നില്ല. ശക്തി പ്രകടനങ്ങളും സാമ്പത്തിക ഉപരോധങ്ങളും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം പ്രാദേശിക അസ്ഥിരത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ആഗോള എണ്ണ വിപണിയിലെ ചാഞ്ചാട്ടങ്ങളും വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക ആശങ്കകളും പരിഹരിക്കപ്പെടണമെങ്കിൽ അടിയന്തരമായി നയതന്ത്ര ചർച്ചകളുടെ വാതിലുകൾ തുറക്കപ്പെടേണ്ടതുണ്ട്. ഭീഷണികൾക്കും ഉപരോധങ്ങൾക്കും അപ്പുറം പരസ്പരം ബഹുമാനത്തിൽ അധിഷ്ഠിതമായ ചർച്ചകളിലൂടെ മാത്രമേ പശ്ചിമേഷ്യയിൽ സുസ്ഥിരമായ സമാധാനം കൈവരിക്കാനാകൂ എന്ന സത്യമാണ് ഈ സാമ്പത്തിക യുദ്ധം ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ പാഠം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.